2009 താങ്കൾ മത്സര രംഗത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ താങ്കൾ പറഞ്ഞു സിറ്റിംഗ് എം പി ആയിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനം ജയിച്ച ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പന്ന്യൻ രവീന്ദ്രനായിരുന്നു. അന്ന് വ്യത്യസ്തമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവസാനം പന്ന്യന് ശേഷം പിന്നീട് ഒരു ഇടതുപക്ഷ വിജയം ഉണ്ടായിട്ടില്ല അല്ല, അതിനുശേഷം മത്സരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് ഏറ്റവും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ താങ്കളുടെ എതിരാളിയായിട്ട് വരുന്നത്. പിന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യം ഉള്ളപ്പോഴും ഡോക്ടർ തരൂർ പറയുന്നു എൻ്റെ പ്രധാനപ്പെട്ട എതിരാളി NDA സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് അതൊരൊറ്റ കാരണം കൊണ്ടാണ്, അത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ അങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിടാനുള്ള തരൂരിൻ്റെ തന്ത്രമാണെന്നാണ്. തരൂർ വലിയൊരു തന്ത്രം ചെയ്യുന്ന ഒരാളല്ല, നേരിട്ട് പറയുന്ന ഒരാളാണ്. ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പന്ന്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ 15 വർഷമായി കാണുന്നു തിരുവനന്തപുരത്തിൽ. ഓരോരോ വേദിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അടക്കം അദ്ദേഹം ഒരു ക്രിക്കറ്റ് ഫാനാണ്, ഞാനും ഒരു ക്രിക്കറ്റ് ഫാനാണ്. അവിടെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ എതിരെ ഒരു കാര്യം പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ ഒരു സീരിയസ് ആയി എടുക്കാനായിരുന്നു ആഗ്രഹിച്ചത്, അദ്ദേഹത്തിന്റെ കാൻഡിഡേസി. പക്ഷേ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ LDF സ്ഥാനാർത്ഥി BJPക്കെതിരെ ഒന്നും പറയുന്നത്, അദ്ദേഹത്തിനെതിരെ കുറ്റം പറയണം, അദ്ദേഹത്തിന്റെ ടീം പ്രചരണം നടത്തുന്നവര്, അവരുടെ അറ്റാക്സ് എല്ലാം എന്നെ കുറിച്ചാണ്. എന്താ എന്റെ അർത്ഥം? അവർക്ക് എന്തോ അവര് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയില്ല വിചാരിച്ചിട്ടാണ് അവരെന്നത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സിറ്റിംഗ് MPക്കെതിരെയാണ് പറയുന്നത്. തെറ്റുണ്ടോ? അല്ലെ, ഞാൻ ഒരു തെറ്റ് കാണില്ല. പ്രചരണത്തിൽ എല്ലാവരും എന്തുവേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതല്ല പ്രശ്നം. 3 തവണ ജയിച്ച ശശി തരൂരിനെതിരെ 4ാം തവണയും ജയിക്കാൻ സാധ്യതയുള്ള തരൂരിനെ പ്രധാന എതിരാളിയായിട്ട് അവർ കാണുന്നു. നല്ല തന്നെ, ഞാൻ ഒരു പ്രധാന എതിരാളി തന്നെയാണ്. പക്ഷെ അതിനൊപ്പം വേറൊരു എതിരാളി ഉണ്ടല്ലോ. സർക്കാർ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് മത്സരിക്കുന്നത് ഗോപി? നമ്മൾ മത്സരിക്കുന്നത് ഡൽഹിയിലെ സർക്കാർ ഭരണം മാറ്റാനല്ലേ? അപ്പോൾ ആ സർക്കാരിന്റെ പാർട്ടിയുടെ എതിരെങ്കിലും സംസാരിക്കണ്ടേ? അത് ചെയ്തിട്ടുണ്ട് അവര്. അതാണ് എന്റെ അതിശയം. പക്ഷെ അത് പോട്ടെ. അപ്പോൾ എനിക്ക് വേഗം പിടുത്തം കിട്ടി. അവരെന്നെ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വിജയത്തെ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് എന്നെ എത്രത്തോളം ഡാമേജ് ചെയ്യാൻ സാധിക്കും ശ്രമിക്കട്ടെ പറഞ്ഞാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. ആ കളിയിൽ ഞാൻ കളിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം ഞാൻ ആദ്യം ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ത്രികോണ മത്സരമാണ് 3 സ്ഥാനാർത്ഥി ഒരുപോലെ കാണണമെന്ന്. പക്ഷെ പല അവസരത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് എല്ലാ ശ്രദ്ധാജനങ്ങളുടെ എന്റെയും രാജീവിന്റെയും ഒപ്പം ആണ്. അപ്പോൾ എനിക്കതും മനസ്സിലാക്കാൻ തുടങ്ങി. ഇതാണ് ശരിക്കും വെല്ലുവിളി. മൂന്നാമത്തെ, നമ്മുടെ മലയാളികൾക്ക് ഒരു നല്ലൊരു സ്വഭാവം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. അസംബ്ലിയിൽ ഒരു വഴിക്ക് വോട്ട് ചെയ്യും നിയമസഭയ്ക്ക് വേണ്ടിയിട്ട്, ലോക്സഭയ്ക്ക് വേറെ വഴിക്ക് വോട്ട് ചെയ്യും. അതിന്റെ കാരണം എന്താണ്? അവർക്കറിയാം ലോക്സഭ ദേശീയ ഭരണം, നമ്മളുടെ ഭാരതത്തിന്റെ ഭരണം തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നിയമസഭയിൽ നമുക്ക് കുറച്ചും കൂടി ലോക്കൽ കൺസിഡറേഷൻസ് എടുക്കുക. ഉദാഹരണമാണെങ്കിൽ നമ്മളുടെ സ്വരം ഡൽഹിയിൽ കേൾപ്പിക്കാൻ ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പാർലമെന്റിൽ സംസാരിക്കാനും ഇമ്പാക്ട് ഉണ്ടാക്കാനും മന്ത്രിമാരെ കണ്ട് സ്വാധീനിക്കാനും അതൊക്കെ ആ ഭാഷ കുറവുണ്ടെങ്കിൽ അത് നഷ്ടമാണ്. അതെല്ലാം കാണുമ്പോൾ അതൊന്നും പ്രശ്നമല്ല നിയമസഭ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ എൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തെ 7 അസംബ്ലി സെഗ്മെന്റിൽ 6 എണ്ണം CPM എടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒറ്റ കോൺഗ്രസ് MLA ഉള്ളൂ എൻ്റെ മണ്ഡലത്തിൽ. പക്ഷേ ലോക്സഭ വരുമ്പോൾ ഞാൻ ഒരു 1 ലക്ഷം ഭൂരിപക്ഷത്താണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വോട്ടർമാർ പറയുന്നു ഇങ്ങനെ വോട്ട് ചെയ്യുക നിയമസഭയ്ക്ക്, അങ്ങനെ വോട്ട് ചെയ്യുക ലോക്സഭയ്ക്ക്. അവർക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാൽ കൂടി എന്താ ഗുണം അവർക്ക് ചെയ്യാൻ പോകണം? പാർലമെന്റിൽ എന്ത് പ്രസക്തിയുണ്ട്?